മലപ്പുറം ജില്ലയിലെ ഓട്ടോറിക്ഷ മോഷണ പരമ്പര. പ്രതി 17-കാരൻ വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. പഴുതടച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടുന്നത് വാഹന മോഷണത്തിന്റെ പുതുതന്ത്രങ്ങൾ. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. വളാഞ്ചേരി, കുറ്റിപ്പുറം, കൽപ്പകഞ്ചേരി, കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഓട്ടോറിക്ഷ മോഷണ പരമ്പര അരങ്ങേറിയത്. 4 ഓട്ടോറിക്ഷകളാണ് മോഷണം പോയതായുള്ള പരാതികൾ ലഭിച്ചത്. തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് പ്രായപൂർത്തിയാകാത്ത പ്രതിയടക്കം 2 പേരെ പോലീസ് സംഘം പിടികൂടിയത്. വലിയകുന്ന് ഇരുമ്പിളിയം സ്വദേശിയായ 17-കാരനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മുതുതല താളിക്കുന്നത്ത് നാസറിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവേഗപ്പുറ നടുവട്ടത്തെ പോളിമാർക്കറ്റിലാണ് മോഷണ വസ്തുക്കൾ വിൽപ്പന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. മുതുതലയിലെ നാസറിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥലത്തു നിന്നും മോഷ്ടിച്ച വാഹനങ്ങളും മൂടിയിട്ട് ഒളിപ്പിച്ച നിലയിലും പോലീസ് കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. മറ്റു പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണം പോയ വാഹനങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. നിരവധി വാഹനങ്ങളുടെ പാർട്സുകളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിലെ തുടർച്ചയായ വാഹന മോഷണങ്ങൾ പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു ഉയർത്തിയിരുന്നത്. ഇതേ തുടർന്ന് CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ചു നടത്തിയ അതിവേഗ നീക്കങ്ങൾ പോലീസിന്റെ അന്വേഷണ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ചു. പുത്തനത്താണി, കുറ്റിപ്പുറം, വളാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് മോഷണം പോയ വാഹനങ്ങളുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. പേ പാർക്കിങ്ങുകളിൽ നിന്നു പോലും വാഹനം കവരുന്ന പ്രതിയുടെ രീതി പോലീസിനെ ജാഗരൂകരാക്കിയിരുന്നു. പിടികൂടിയ പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടുവട്ടത്തെയും മുതുതലയിലെയും സ്ക്രാപ്പ് കടയിൽ പോലീസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. മോഷ്ടിക്കുന്ന ഓട്ടോറിക്ഷകൾ അന്നു തന്നെ പൊളിച്ചുമാറ്റുന്നതായിരുന്നു രീതി. പൊളിച്ചതുമല്ലാത്തതുമായ നിരവധി വാഹനങ്ങൾ ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തു. മോഷണം പോയ ഒരു ബൈക്കും കണ്ടെടുത്തിട്ടുണ്ട്. 5000-വും 10,000-വും രൂപയ്ക്കാണ് പ്രതി ഓട്ടോറിക്ഷകൾ വിറ്റിരുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത ആളായതിനാൽ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. മോഷണത്തിന് പിന്നിൽ കൂടുതൽ പേരുടെ സഹായമുണ്ടോ എന്നും സ്ക്രാപ്പ് കട കേന്ദ്രീകരിച്ചു നടക്കുന്ന ഇടപാടുകളെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം വലിയൊരു മോഷണ പരമ്പരയാണ് തടയാനായത്. നടുവട്ടത്തെ പോളിമാർക്കറ്റിൽ കൂടുതൽ പരിശോധന നടത്തിവരികയാണ്. അന്വേഷണത്തിൽ SI നിർമ്മൽ, SI സന്തോഷ്, SI ശശികുമാർ, കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ ASI അനീഷ് ചാക്കോ, വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SCPO വിപിൻ സേതു, CPO തോമസ്, CPO സബീഷ് എന്നിവരാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് 3 Max Live.